സാർ നമ്മൾ പ്രീമിയം കാർസ് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ. സാറിന് ഏത് കാറാണ് വേണ്ടത്? ഫോർച്യൂണറോ? സാർ 1 വർഷത്തെ ബുക്കിംഗ് പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ കാറ് കിട്ടത്തുള്ളൂ. അത് സാരമില്ല, അപ്പോഴത്തേന് ഞാൻ കുടുംബത്തിലൊരു കണ്ടന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ല സാറേ, EMI ആയിരിക്കുമോ റെഡി പേയ്മെന്റ് ആയിരിക്കുമോ? അത് കണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ എനിക്ക് ഒരു ഹെൽപ്പും കൂടെ ചെയ്തു പറ സാറേ. അതെ, ഇതിൻ്റെ അകത്തിൽ എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്? ചെറിയൊരു കുടുംബകാലകം നടക്കുന്നു, അത് ഇടാൻ വേണ്ടിയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം. അതെ, പെട്ടെന്ന് കിട്ടത്തില്ല കേട്ടോ, കുറച്ച് സമയം എടുക്കും. പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 1 വർഷം എടുക്കുമോ? 1 വർഷത്തിനുള്ളിൽ കഴിയും. അത് മതി, നമുക്ക് കുഴപ്പമില്ലെന്നേ. ആ 1 വർഷത്തിനുള്ളിൽ തരുമ്പോ നമ്മക്ക് ഞാൻ തപ്പി നടന്നിട്ട് കിട്ടിയായിട്ട് തോന്നണം. അതിനൊരു മാർക്കിട്ട് വെച്ചേക്കണം, ഈ വീടാ ഞാൻ തപ്പുന്നതെന്നറിയാൻ വേണ്ടി. കയറി താമസിക്കുന്ന സമയമാകുമ്പോൾ അതിൻ്റെ ഫർണിച്ചർ ഐറ്റങ്ങൾ കാണുമോ? ഫർണിച്ചർ ഐറ്റമായിട്ട് കോൺട്രാക്ടറിന്റെ മുഴക്കോലും കഴിക്കോലും ഒക്കെ ഉണ്ട്, അത് വല്ലതും മതിയോ? അത് പോരാ, ഞാൻ താമസിക്കാൻ ഫുൾ ഫർണിച്ചർ ആയിരിക്കണം ഇത്. അത് സെറ്റാക്കാം. സെറ്റാ, പൈസ എന്നാ കുഴപ്പമില്ല. നമ്മള് പറഞ്ഞല്ലോ, നമ്മള് 1 CR ഉദ്ദേശിക്കുന്നത്. 1 വർഷം കണ്ടന്റ് ക്ലിക്കായ 1 വർഷം സെറ്റാ. ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. സുധീഷ് എന്ത് ചേച്ചാ? നിന്റെ അനിയന്റെ കാര്യം എനിക്ക് അങ്ങനെ അറിയാനാ? അവിടെ കാണാൻ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും. സൂചിച്ച് കിടന്ന് ഉറങ്ങുന്ന പട്ടിയെപ്പോലെ വർക്കെടുക്കാനുള്ള കാണട്ടാവനെന്ന്. സ്വപ്നം വെറുമൊരു സ്വപ്നം. സ്വിച്ച് കിടക്കല്ലയോ? എന്തിനായിട്ട് എന്നെ വെറുതെ അടിക്കുന്നേ? ഇങ്ങോട്ട് ഇറങ്ങി പാടാ. ഇറങ്ങ. എന്തിനാണോ ഒരു കാര്യമില്ലാതെ കൊച്ചിനെ തല്ലിയത്? ആ ആംഗിള് മാറി നിന്നിട്ട് ഈ ആംഗിള് വന്നേക്ക്. അവിടെ കിട്ടത്തില്ല, ഇങ്ങോട്ട് വരാനാ പറയാം. ഇവിടെ വന്നേക്ക്. വേണ്ട, ഈ ആംഗിൾ എന്തോന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇതിനകത്ത് തന്നെ ഇരുന്നു. നമ്മളൊരു ഡ്രാമ കളിക്കുന്നു. നിന്നെ ഞാൻ തല്ലുന്നതായിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ നമ്മളൊരു ഫോർച്യൂണർ എടുക്കുന്നു. ഈ ഡ്രാമയ്ക്ക് സമ്മതമാണോ? എടാ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ പ്ലാന്? ഇത് നേരത്തെ പറയണ്ടേ? ഞാൻ റെഡി. ഇവിടെ കറുത്തോ കരിനീലിച്ചോ വല്ലോ? ആ കരുതീലിച്ച് സെറ്റ് പല്ല് പോയാലെന്താ? കരുതീലിച്ചോ ഒന്ന് അടിക്കാം. സെന്റി അടിക്കണം. വീർത്തു എന്നെ പുറത്തടിക്ക്. നാട്ടുകാർ കാണുമ്പോ പച്ചയ്ക്ക് വിളിക്കണം. അയ്യോ കൊല്ലുന്നേന്ന്. എടാ, ക്യാമറ ആംഗിളിൽ വെച്ചിടിക്കറ എന്നെ. അവിടെയാടാ വെച്ചേക്കുന്നത്, അവിടെ കൊണ്ടിട്ടിരിക്കേ. എന്തിനടിക്കാൻ? പോലീസിനെ വിളിച്ചാലോ? വേണ്ട, ഇവന്മാരെ പിന്നെ ഞാൻ തന്നെ ഇറക്കേണ്ടി വരും. ഇതൊക്കെ അടിയടാ. എടാ പട്ടി, ഇത് ആൾട്ടോക്ക് ഉള്ളതാണല്ലോടാ, ഫോർച്യൂണറാ. ഞാൻ പറഞ്ഞ സത്യമാണ്. ആൾട്ടോക്ക് അടിച്ച 1.5 ടൺ വെയിറ്റ്. എന്റെ കണ്ടന്റിൽ അച്ഛനില്ല, പിന്നെന്തോ ഞാൻ കേറി വന്നേ. ഒന്നോടാ കാലാ നീ. അയ്യോ, നാണം കെട്ടും പണം നേടിടും, നാണക്കേടാൻ പണം മാറ്റിടും. പണിയെടുത്ത് മേടിച്ച പോരായിരുന്നു അമ്മേ. ഇത്രയും നാൾ പണിയെടുത്തിട്ടെ അച്ഛൻ ഒരു കോഴിക്കോട് മാത്രമല്ലേ മേടിച്ചിട്ടുള്ളൂ. എന്തായിരിക്കും അച്ഛാ? നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടൊന്ന് പോയെ, മീൻ പാർട്ട് എടുക്കണം. അതാ ഗൈസ്, ഇത് നിങ്ങൾ കാണണം. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും എന്നെ ഈ പരുവാക്കി. ഒരു കാര്യമില്ലാതെ കിടന്നുറങ്ങി എന്നെ ഈ രീതിയാക്കി. ഞാൻ അവനെ ഡാനൊന്ന് വിളിച്ചതേ ഉള്ളൂ. ഡാൻ എന്തിനാടാ വിളിച്ചതെന്ന് ചോദിച്ച് എന്നെ തല്ലുമായിരുന്നു. ഗൈസ്, മാനസികമായിട്ട് എന്നെ ഒരു 2-3 മാസമായിട്ട് തുടങ്ങിയ ഗൈസ് ഇത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾ കാണും, ഞാൻ ഈ യൂട്യൂബ് വെച്ചുകൊണ്ട് 1 രൂപ സമ്പാദിച്ചിട്ടില്ല. എൻ്റെ അക്കൗണ്ടിൽ ഞാൻ വരുമാനം കാണിച്ചു തരാം. ഫസ്റ്റ് ടൈം ഇട്ട വീഡിയോ എന്ത് $1. നിങ്ങൾ കാണും. വേണ്ട, എൻ്റെ അക്കൗണ്ട് സൈഡ് സ്ക്രീനിൽ കാണാൻ പറ്റും എൻ്റെ യൂട്യൂബിൻ്റെ വരുമാനം. ഫസ്റ്റല്ല, ഇപ്പോഴത്തെ വീഡിയോയുടെ വരുമാനം 4 ലക്ഷം ഓടിയ വീഡിയോയ്ക്ക് $1.5 കിട്ടിയിട്ടുള്ളത്. കാര്യം പോലും ഞാൻ പറഞ്ഞില്ല അവനോട്. എന്നിട്ട് അവൻ എന്നെ ഇടിച്ചു. പക്ഷെ അവൻ എൻ്റെ ചേട്ടനെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയത്തില്ല. എൻ്റെ അച്ഛനെ കണ്ടോ,
തലയടിച്ച് പൊളിച്ചവൻ തലയടിച്ച് പൊളിച്ച് ഞങ്ങൾ എന്തോ ചെയ്തിട്ടാന്ന എന്താണ് പറയണ്ടേ? സേത്തൻ കല്ല് കൂച്ചുന്നവനാന്ന് പറ. കഞ്ചാവ് കഞ്ചാവല്ല, കല്ല് കൂച്ചുന്നവനാന്ന് പറ. അവൻ എന്തല്ലോ കള്ളു കുടിച്ചിട്ടാ ഇതെല്ലാം ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ ഇടിച്ചതാണ്ട് അച്ഛനെ കണ്ടു. ഇനി എന്താണ് പറയണ്ടേ? മതി മതി മതി, ഇന്ന് ഇത് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ റീച്ച് കഴിഞ്ഞിട്ട് നാളെ ബാക്കിയും കൂടി ഇടാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോടുള്ള സ്നേഹം കമന്റ് രേഖപ്പെടുത്തണം. അച്ഛൻ്റെ ചെവുക്കുറ്റി അടിച്ചു പൊട്ടിച്ച പോലെ ബ്ലഡിക്കണം, അടിച്ചു പൊട്ടിക്കണം. അപ്പോൾ ഷെയർ എല്ലാം കൊടുക്കണം. അച്ഛാ എന്തെങ്കിലും മറന്നു ആയി തുറന്ന്. ഓക്കെ അപ്ലോഡ് ചെയ്യുമ്പോ ഓണാക്കണേ. മോശേഷൻ ഓണാക്കുന്ന കാര്യം ഇല്ലതാ. അതെന്താ? നമ്മൾ ഇടിയുണ്ടാക്കിയ വീഡിയോ ഇല്ലടാ, ഇന്നത്തെ ഇല്ലതാ, മൊത്തം പോയി. അച്ഛൻ നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്താലോ ഇത്. ഞാൻ ആ ശവപ്പറമ്പിൽ കാണും. എന്റെ ഡെഡ് ബോഡി എടുത്തിട്ട് ചെയ്താൽ മതി. കാലം വരെ ഞാൻ പോവാ. ഞാൻ തളരത്തില്ല, ഞാൻ എങ്ങനെയാലും ഫോർച്യൂണർ എടുക്കും. നെക്സ്റ്റ് ഐഡിയ വന്നു. അല്ല, നീ എന്നെ വീട്ടിൽ കയറ്റാത്തവനല്ലയോ? അത് കുഴപ്പമില്ല, ഇനിയും തൊട്ട് നിന്റെ സ്വന്തം വീടാന്ന് വിചാരിച്ചാൽ മതി. ചെല്ല്, അതോടെ ചെല്ല്, പേടിക്കണ്ട. നീ എന്താ എണ്ണിച്ച് പോന്നെ? അവിടെ ഇരി, രണ്ടുപേരും കൂടെ കാര്യം പറയുന്നേ. കണ്ടില്ലയോ സ്നാപ്ചാറ്റാ? പാറ്റയുടെ എഫക്റ്റ് ഉണ്ട്. പാറ്റ അതാണ്ട് പാറ്റ പോത്തില്ല, ഇതാത്തേ ഉള്ളു. എന്തോ പ്ലാന്? ഓരോ ഒളിച്ചോട്ടം, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പൊ അവർ തമ്മിൽ ലവ് ആവും. ലവ് ആയിക്കഴിഞ്ഞാൽ അവൻ അവളെ അടിച്ചോണ്ടു. ഒരു ഒളിച്ചോട്ടം, ഒരു കണ്ടന്റ് ആയോ? ഇത് കാണുമ്പോൾ അച്ഛൻ തല തല്ലി ചാവാൻ പോകുന്നു. എനിക്ക് രണ്ടാമത്തെ കണ്ടന്റ് ആയോ? അമ്മ ഇത് കാണുമ്പോൾ നെഞ്ചത്തടിച്ചൊരു കരച്ചിൽ. മൂന്നാമത്തെ കണ്ടന്റ് ആയോ? പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടും കൂടെ നമ്മുടെ പെങ്ങളെ വിളിച്ചോണ്ട് വരുന്നു. അപ്പോഴോ കണ്ടന്റ് ആയോ? എനിക്ക് 1 വർഷമായിട്ട് ഓടിക്കാനുള്ള കണ്ടന്റ് ഉണ്ടായത്. അങ്ങനെ ഞാനൊരു പുതിയ വീടും ഒരു ഫോർച്യൂണറും മേടിക്കും. എടാ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വീട് നമുക്ക് നറുക്കെടുപ്പിലൂടെ ആൾക്കാർക്ക് കൊടുക്കാം. അച്ഛന് വയ്യാന്നും പറഞ്ഞു ആൾക്കാർക്ക് കൂപ്പൺ വെച്ച് വിൽക്കാം. ഓ, അതൊരു ഐഡിയ. കൂട്ടത്തിൽ അച്ഛനെ നമുക്കങ്ങ് വിൽക്കാം. പേടിക്കണ്ടെന്ന് സംസാരിച്ചോ, പേടിക്കേണ്ട കാര്യമില്ല. അങ്ങോട്ട് പറയട, കാര്യം പറയടേ. നീയും ഷെയറിനായിട്ടുള്ള ഇഷ്ടം അച്ഛനും ചേട്ടനും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ തല്ലിക്കൊല്ലത്തേ ഉള്ളൂ. ചേട്ടാ, ഞാൻ പിന്നെ എന്തോ ചെയ്യാനാ? ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. നിങ്ങൾ രണ്ടും കൂടെ ഒളിച്ചോടും. തൽക്കാലം നീ ഇത് പിടി. ഇതുകൊണ്ട് വിൽക്കുകയോ പണയം വെക്കുകയോ എന്ത് വേണം ചെയ്യും. പോയിട്ട് വാ. ചേട്ടാ, പ്ലാൻ വർക്കൗട്ടായി. അച്ഛാ, അവള് ഒളിച്ചോടി. അത് അടുത്ത കണ്ടന്റ് ആക്കാം, ഇപ്പം വേണ്ട. നീ ഒരു കാര്യം പറയണം. അവള് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നില്ലായിരുന്നു, അവള് പലരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ നീ പറയേണ്ട കാര്യമാണ്. ഞാനാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു പെങ്ങളില്ല, ഞാൻ ഇനി അവളെ വീട്ടിൽ കയറ്റത്തില്ല. അവൾ ഒളിച്ചോടി, എല്ലാ ഡീറ്റെയിൽസും പറയുന്നു. ഓക്കെ, സെറ്റ് പറഞ്ഞോ. എന്തോടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്? ഗൈസ്, എൻ്റെ ശേഖരേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ 2 ചേട്ടന്മാരുണ്ട്. എന്നെ അവർ രണ്ടുപേരും മാറി മാറിയിട്ട് കൂമ്പിന് പുറത്തും എല്ലാം ഇട്ട് തല്ലി അവർ മാനസികമായിട്ടുള്ള ശല്യം സഹിക്കാൻ പോയത്. ഇപ്പൊ ശേഖരേട്ടനെ വിളിച്ചിട്ടുണ്ട്. ശേഖരേട്ടനെ കൊല്ലുന്നൊക്കെയാണ് ഗൈസ് പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണോ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. അച്ഛാ, എന്റെ ഫോർച്യൂണറോ? അങ്ങോട്ട് നോക്കി. മോളെ, നമുക്കൊരു ബെൻസ് അങ്ങ് മേടിച്ചാലോ? ശരി, മേടിക്കാം. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇടാതെ വെച്ചേക്കുന്ന ആ പാർട്ടേ